ദൈവത്തിന് സ്തോത്രം. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെക്കാളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യർ മനസ്സ് തുറക്കുന്ന സമയമാണ് ക്രിസ്തുമസ്. യുദ്ധത്തിന്റെയും ദുരിതത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയുമൊക്കെ സഹനങ്ങളിലൂടെ ജനകോടികൾ കടന്നു പോവുകയാണ്. വാസ്തവത്തിൽ കുറ്റബോധത്തോടുകൂടി മാത്രമേ നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാനും സന്തോഷിക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. നിരപരാധികളുടെ കണ്ണുനീരും രക്തവും വീണ് ലോകം പങ്കിലമായിരിക്കുകയാണ്. തിരുജനന പെരുന്നാൾ ആഡംബരപൂർവം ഈ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന 34-ാം സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് പീഡനത്തിലായിരിക്കുന്നവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നത്. ജീവിത സംഘർഷങ്ങളിലും നിരാശയുടെ കൂരിരുട്ടിലുമൊക്കെ ആയിരിക്കുന്നവരെ ദൈവം ഒരിക്കലും അവഗണിക്കില്ല, ഉപേക്ഷിക്കുകയുമില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ ഈ ആർദ്രതയുള്ള ശബ്ദം പ്രത്യാശ പകരുന്നതാണ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവർക്ക് കരുണയും വിമോചനവും നൽകുന്ന ദൈവത്തെയാണ് മോശ എരിയാതെ എരിഞ്ഞു കത്തുന്ന മുൾപ്പടർപ്പിൽ വെച്ച് പരിചയപ്പെട്ടത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവരും അതിന് ദൃക്സാക്ഷികളാകുന്നവരും നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദൈവം മനുഷ്യന്റെ ദുരിതങ്ങളെ കാണുന്നുണ്ടോ? കരച്ചിൽ കേൾക്കുന്നുണ്ടോ? നിഷ്ഠൂരരായ മനുഷ്യരെ നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ദൈവം വാതിലടച്ചിരിക്കുകയാണോ? ഈ ദുരന്ത കാലഘട്ടത്തിൽ മനുഷ്യനിങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. ദൈവം തീർച്ചയായും പീഡിതരുടെ കണ്ണുനീർ കാണുന്നുണ്ടെന്ന പരമസത്യം തിരുവചനത്തിൽ വായിച്ചറിഞ്ഞവരും വിശ്വസിച്ചവരുമൊക്കെ ജീവിത സംഘർഷങ്ങളിൽ ഇടറിപ്പോകാറുണ്ട്. അത് മാനുഷിക ബലഹീനതയുടെ ഒരു ഭാഗമാണ്. സാത്താൻ ഹൈജാക്ക് ചെയ്ത ക്ഷുദ്ര മനസ്സുള്ളവർ അത്രയ്ക്ക് വലിയ ക്രൂരതകളാണ് പിഞ്ചു കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും വൃദ്ധരോടുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോമലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിലെ ശ്രദ്ധേയമായ പ്രസ്താവന നമ്മൾ മനസ്സിലോർക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് എല്ലാവരിലും മരണം വ്യാപിച്ചു. അതെ, ആദമിലൂടെ സകല മനുഷ്യരിലേക്കും കടന്നു കയറിയ പാപം ഇന്നും തേരോട്ടം തുടരുകയാണ്. മനുഷ്യനിലെ പാപ പ്രവണതയാണ് ഈ ലോകത്തെ കുരുതിക്കളവും സഹനഭൂമിയുമൊക്കെയാക്കി മാറ്റിയിരിക്കുന്നത്.
പാപലോകത്തെ കഷ്ടതകളിൽ നിന്നും പാപം ചെയ്യാത്ത ക്രിസ്തു പോലും വിമുക്തനല്ലായിരുന്നു. അതുകൊണ്ടാണ് സഫറിംഗ് സർവന്റ് എന്ന് തിരുവചനത്തിൽ ക്രിസ്തുവിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ മേലുള്ള പാപത്തിന്റെ ആധിപത്യം തീർക്കുവാനാണ് പാപമില്ലാത്ത ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചതും കാൽവറിയിൽ ത്യാഗമായി തീർന്നതും. ജീവിത ദുരന്തങ്ങളിലായിരിക്കുന്നവരെ തീർച്ചയായും ദൈവം കാണുന്നുണ്ട്. അവരുടെ സഹനഭാരങ്ങൾ എടുത്തു മാറ്റാൻ വഴികളും ദൈവം ആലോചിക്കുന്നുണ്ട്. മനുഷ്യ സഹനങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരുടെയും സഹകരണം കൂടി ആവശ്യമാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പിനുള്ള പാപപരിഹാര ബലിയായി തീരാൻ, മനുഷ്യനായി അവതരിക്കാൻ ജോസഫ് പിതാവിൻ്റെയും മേരി മാതാവിൻ്റെയും കഠിന സഹനങ്ങൾ ദൈവത്തിന് ആവശ്യമായിരുന്നു. കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവത്തിന് നമ്മുടെ കരങ്ങൾ വേണം. മുറിവേറ്റ ഹൃദയങ്ങളിൽ സാന്ത്വനവും സമാധാനവും പകരാൻ ദൈവത്തിന് നമ്മുടെ വാക്കുകൾ വേണം. കിടപ്പാടമില്ലാത്തവർക്കും ദരിദ്രർക്കും അനാഥർക്കും വിധവമാർക്കും കൈത്താങ്ങൽ നൽകാൻ ദൈവം നൽകിയ സാമ്പത്തിക അനുഗ്രഹത്തിന്റെ ഓഹരി ദൈവത്തിന് വേണം. യുദ്ധങ്ങളും വംശീയ കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒഴിവാക്കാൻ ദൈവം അധികാരസ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നവരുടെ ധാർമ്മികമായ ഇടപെടലും തീരുമാനങ്ങളും സമാധാന പ്രവർത്തനങ്ങളുമൊക്കെ ആവശ്യമാണ്. പ്രതിരോധത്തിലും ബന്ധനത്തിലും ആയിരിക്കുന്ന ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, വിശ്വാസികൾ തുടങ്ങിയവരുടെ വിമോചനത്തിന് എന്റെയും നിങ്ങളുടെയും സന്മനസ്സും മാനസാന്തരവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, ലോകത്തിലെ ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനുള്ള നിയോഗം ദൈവം നമ്മെ ഓരോരുത്തരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നവരുടെ സങ്കട നിവൃത്തിക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മത്തായി 25:40 രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്. ദൈവമേ, ജീവിത സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ലോകത്തിലെ ജനകോടികളെ അവിടുത്തെ സ്നേഹകരങ്ങളിൽ ഈ ജനന പെരുന്നാളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ കരുതുവാനും ഉള്ളവും ഉള്ളതും അവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള ക്രിസ്തീയ മനോഭാവവും ഹൃദയ വിശാലതയുമൊക്കെ ഞങ്ങൾക്ക് തരയണമേ. യുദ്ധ പ്രതിസന്ധിയിലും പീഡനത്തിലും തടവിലും അനാഥത്വത്തിലുമായ ലോകമെങ്ങുമുള്ള സഹോദരങ്ങൾക്ക്, നിന്റെ പ്രിയ മക്കൾക്ക് അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടാകണമേ. ദൈവമേ, അവിടുത്തെ ദിവ്യ പരിപാലനം അവർക്ക് തുണയാകണമേ. വചനമയച്ച് അവർക്ക് സൗഖ്യവും വിമോചനവും സമാധാനവും നൽകണമേ. ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കു വേണ്ടി സാന്ത്വനകരങ്ങൾ ഉയർത്തുവാനുള്ള സന്മനസ്സുണ്ടാകുവാൻ ജനഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പരിവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലും ഇടവകയിലും നാട്ടിലും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സ്നേഹം പങ്കുവയ്ക്കുന്ന
സാക്ഷ്യമുള്ള ജീവകാരുണ്യ പ്രവർത്തകരാകുവാൻ ഞങ്ങളെ പ്രാപ്തരും ശക്തരുമാക്കണമേ. തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാൽ എന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിനെന്ന എബ്രായലേഖനം 13-ാം അധ്യായത്തിലെ ഉപദേശം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമർപ്പിതരാകുവാൻ ദൈവമേ ഞങ്ങൾക്ക് പ്രേരണ നൽകണമേ. ക്രിസ്തു യേശുവിൻ്റെ മഹനീയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാ വിറ്റ്നസ് ഗ്രൂപ്പ് സഹോദരങ്ങൾക്കും അനുഗ്രഹപ്രദമായ ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. സ്നേഹപൂർവം എ പി ജോർജച്ചൻ.